നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 2-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ആഗോളതലത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില 1776 രൂപയായിരിക്കുകയാണ്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കർശന നിർദ്ദേശം നൽകിയതോടെ ആഗോള എണ്ണ വിപണി വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാനായിട്ട് കാരണമാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കോടിക്കണക്കിന് ഗുണഭോക്താക്കൾ. നിലവിൽ മാർച്ച് മാസം പകുതിയോടെ ഈ തുക വിതരണം ചെയ്യുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇപ്പോൾ അടുത്തു വരുന്നതിനാൽ തന്നെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏറെ ഉള്ളതിനാൽ തന്നെ പ്രത്യേകിച്ചും ഇത്തവണ വിതരണം, അതിൻ്റെ പ്രഖ്യാപനം വലിയ ആവേശത്തോടെയാണ് കർഷകർ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഈ വരുന്ന മാർച്ച് മാസം 11-ാം തീയതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾക്ക് വഴിമാറുകയാണ്. യഥാർത്ഥത്തിൽ മാർച്ച് 6-ന് നിശ്ചയിച്ചിരുന്ന ഈ സന്ദർശനം ചില ഔദ്യോഗിക കാരണങ്ങളാൽ 11-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. കേരളത്തിൽ വെച്ച് നടക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പം തന്നെ PM കിസാൻ 22ാമത്തെ ഗഡുവിൻ്റെ ദേശീയ തലത്തിലുള്ള വിതരണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ NDA സർക്കാരിൻ്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കർഷകർക്കായിട്ടുള്ള പ്രത്യേക പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകളും ഈ സന്ദർശന വേളയിൽ ഉണ്ടായേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ കൃഷിയിടങ്ങളിൽ ഒരുക്കുന്നതിനുള്ള സാമ്പത്തിക ധനസഹായ പദ്ധതികളിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും ലഭ്യമാകും. അർഹരായ കർഷകർക്ക് 85% വരെ സബ്സിഡി ലഭിക്കുന്ന ഇത്തരം സ്കീമുകൾ വഴി കൃഷിയിടങ്ങളിൽ ശാസ്ത്രീയമായി ജലം എത്തിക്കാനായിട്ട് സാധിക്കും. ഗുണഭോക്താക്കൾ ചെറിയൊരു തുക മാത്രം ചിലവാക്കിയാൽ മതിയാകും. ബാക്കി തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതി വിഹിതമായിട്ട് നൽകുന്നതാണ്. സ്വന്തമായി കൃഷിഭൂമിയുള്ളവർ ഈ ഒരു സുവർണ അവസരം പാഴാക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഗഡു അതിൻ്റെ വിതരണം പുനരാരംഭിക്കുകയാണ്. ശനിയാഴ്ച മുതൽ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് 200, 300, 500 രൂപ എന്നിങ്ങനെ വിവിധ നിരക്കുകളിലുള്ള ഈ ധനസഹായം ലഭിക്കാനുള്ളത്. BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷിക്കാർ, വിധവാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ എന്നിവരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP എന്ന സ്കീമിന് കീഴിൽ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡ് മുൻഗണനയും പ്രായവും ഒക്കെ തന്നെ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ പ്രത്യേക പെൻഷൻ നൽകി വരുന്നത്. ഈ തുക കൂടി ലഭിക്കുന്നതോടെ പലരുടെയും പെൻഷൻ 2000 രൂപയിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ APL റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾക്കും 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മാർച്ചിലെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. മാർച്ച് 1 ഇന്നലെ ഞായറാഴ്ച അവധിയായിരുന്നു. ഇന്ന് 2-ാം തീയതി തിങ്കളാഴ്ച മാസത്തെ ആദ്യത്തെ പ്രവൃത്തി ദിനമായതിനാൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ്. ആയതിനാൽ തന്നെ നാളെ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഓരോ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ അത് സംബന്ധിച്ച് ഇന്നലെ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും ആനുകൂല്യങ്ങൾ കണ്ട് കൃത്യമായി മനസ്സിലാക്കുക. ഉടൻ തന്നെ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ US, ഇസ്രായേൽ, ഇറാൻ സംഘർഷത്തിൽ കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച മാർച്ച് 1-ാം തീയതി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 400 രൂപയും പവന് 3200 രൂപയുമാണ് കൂടിയത്. ഗ്രാമിന് 15865 രൂപയിലും പവന് 1,26,920 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.